ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ് മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ്ഗ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് വെറും 30 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പറയുന്ന ഫുൾ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഞാൻ ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളോട് ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ A ഗ്രേഡ് മിനിമം സെറ്റാണ്. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരൊറ്റ കാര്യം മാത്രമേ ഓർമ്മിക്കാനുള്ളൂ, വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഇക്വേഷനാണ്. ഇക്വേഷൻ നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. സംഭവം എന്താണ്? എക്സ് പ്ലസ് 5, എക്സും വൈയും രണ്ട് നമ്പേഴ്സാണ്. ഇപ്പോൾ 2ഉം 3യോ 2ഉം 4 എന്തും ആവാം. എക്സ് പ്ലസ് 5ൻ്റെ ഹോൾ സ്ക്വയർ എടുത്താൽ, മൊത്തത്തിൽ അതിൻ്റെ വർഗ്ഗം നമ്മൾ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഈ ഒരു ഇക്വേഷൻ ഒന്ന് തലമുണ്ടേ കയറ്റുക. കാരണം ഇത് ഉപയോഗിച്ചിട്ട് എക്സാമിൽ ചോദ്യം വരും. എങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യം വരിക? പരീക്ഷയിൽ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. 52 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2704 എന്ന് അവർ തന്നു. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 53 സ്ക്വയർ? 53 സ്ക്വയർ എത്രയാണ്? അപ്പോൾ ഇവിടെ ചില കുട്ടികൾ ബുദ്ധി കൂടിയ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ എങ്ങനെ ചെയ്യും, 53 സ്ക്വയർ അല്ലേ, 53 × 53 ചെയ്താൽ പോരാ സാർ, 3 × 3 9 5 × 3 50 പോരാ. അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടില്ല. 52 സ്ക്വയർ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം? അത് ഉപയോഗിച്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഈ 53 ഉം 52 തമ്മിലൊരു ബന്ധമുണ്ട്. വാട്ട് ഈസ് ബന്ധം? ബന്ധം ഈസ് 53 എന്ന് പറഞ്ഞാൽ 52 + 1 അല്ലടോ. അപ്പം നമുക്ക് വേണ്ടത് 53 അല്ല, 53ൻ്റെ സ്ക്വയർ ആണല്ലോ വേണ്ടത്. അപ്പോൾ സ്ക്വയർ എടുക്കുക. 53 സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പുറത്തെ സ്ക്വയർ എടുക്കുമ്പോൾ രണ്ട് നമ്പേഴ്സുള്ള സ്ഥിതിക്ക് ഹോൾ സ്ക്വയർ എടുക്കണം, മൊത്തത്തിൽ സ്ക്വയർ എടുക്കണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. കാരണം എന്താണ്? കാരണം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിലെ എക്സ് ആണ് ഇവൻ, വൈ ആണ് ഇവൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് വാട്ട് ഇസ് ദിസ്? എക്സ് പ്ലസ് വൈ അല്ലടോ. ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ല ഇവിടെ കിടപ്പുള്ളത്. അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമുല എഴുതുക, പരിപാടി തീർക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഒന്ന് ഫോർമുല എഴുതി വെച്ചേക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് എഴുതുക. എല്ലാം ഇട്ട് കൊടുക്കുക. ആരോടോ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവനല്ലേ എക്സ്, 52 ആണ് എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്താണ്? 52 സ്ക്വയർ പ്ലസ് വൈ ആരാണ്? വൈ ഇത് അവിടെ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്ന് വരും, വൈ സ്ക്വയർ എന്നാണല്ലോ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2xy, 2 × 2x എന്നാൽ 2 × x × y എന്നാണ്. 2 × x ആരാണ്? 52, y ആരാണ്? 1. സോ 2 × 52 × 1 എഴുതുക, പരിപാടി തീർക്കുക. ഇത് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? കാരണം 50 സ്ക്വയർ അവർ തന്നിട്ടില്ലേ? അവർ തന്നിട്ടുണ്ട്. 2704 2704 പ്ലസ് വാട്ട് ഈസ് 1 സ്ക്വയർ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 ഇസ് 1 തന്നെയാണ് കേട്ടോ. പ്ലസ് ആകെ ഇത് മാത്രം ഒന്ന് ചെയ്യണം. ഇൻറ്റു 1 ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇൻറ്റു 1 എന്തു ഇൻറ്റു 1 അതേ നമ്പർ തന്നെ വരിക. അപ്പോൾ ഈ 2 × 52 മാത്രം നമ്മളൊന്ന് കഷ്ടപ്പെട്ട് ചെയ്യണം. അത്ര കഷ്ടപ്പാടല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാം. 52 × 2, 2 × 2 4 വരും. 5 × 2 എത്രയാടോ? 10 എന്ന് വരും. സോ 104 എന്ന് എഴുതാം. സോ 104 എന്ന് കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഈ 1ഉം 104 ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്തേക്കാം. 2074 പ്ലസ് 104ൻ്റെ കൂടെ 1 ചേർത്താൽ 105 എന്ന് കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടി ഒന്ന് സാധാരണ പോലെ ആഡ് ചെയ്യുക, പരിപാടി തീർക്കുക. 2704 പ്ലസ് 105, 5ഉം 4ഉം 9, 0ഉം 0ഉം 0, 7ഉം 1ഉം 8, 2ൻ്റെ കൂടെ ആരില്ലാത്തതുകൊണ്ട് 2, 2809 ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ പരീക്ഷയിൽ 2 മാർക്ക് പുഷ്പം പോലെ കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കഷ്ടപ്പാടുമില്ല. ജസ്റ്റ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നാക്കണം, എന്നിട്ട് അതിൻ്റെ ഫോർമുല എഴുതണം, ബാക്കി ഓട്ടോമാറ്റിക്കലി നടന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം എക്സാമിൽ എന്തായാലും വരും, പഠിച്ചു വെച്ചോ. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാൻ പോവാണ്. 61 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3721 ആണെങ്കിൽ മക്കളെ വാട്ട് ഈസ് 62 സ്ക്വയർ എന്നാണ് ചോദ്യം. ഓക്കെ, 61 സ്ക്വയർ തന്നിട്ടുണ്ട്, 62 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോസ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നീട് സ്ക്രീൻഷോട്ട് നോക്കി പഠിക്കുമൊന്നും വേണ്ട, ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം, ഒരു നമ്പറിൻ്റെ സ്ക്വയർ തന്നിട്ട് വേറെ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കരുത്. നിങ്ങൾ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടൈപ്പ് ചോദ്യവും ഫസ്റ്റ് ഐഡൻറ്റിറ്റി. ചാപ്റ്ററിൻ്റെ പേര് മറക്കണ്ട, സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അല്ലേ, വർഗ്ഗ സമവാക്യം അല്ലേ. അതിൽ ഫസ്റ്റ് സമവാക്യം ഫസ്റ്റ് ഐഡൻറ്റിറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ആരാടോ ഐഡൻറ്റിറ്റി? ഇതാ ഇവനാണ് ഐഡൻറ്റിറ്റി. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇതാ ഇങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അതും പരീക്ഷയിൽ ചോദിക്കും. അത് നേരെ അങ്ങോട്ട് കണ്ടോ, അത് ഇവനാണ്. ആരാണ് ഇവൻ? സാറേ ഇവൻ എക്സ് പ്ലസ് വൈ അല്ല, എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. ഇത് ബൈ ഹാർഡ് ഓടിച്ച് വെക്കാം. എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. അത് എക്സ് സ്ക്വയർ ഉണ്ടാവും, പിന്നെ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ 1/2 വരെ 1/4 ആയിരിക്കും ഉണ്ടാവും. അത്രേ ഉള്ളൂ സംഗതി. സാർ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പരീക്ഷ ചോദ്യം വരിക? തീർച്ചയായിട്ടും ചോദ്യം വരും. കഴിഞ്ഞ വർഷത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ സെയിം സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. 1/2 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ്റെ, ഇതൊരു മിശ്രിത ഭിന്നം അല്ലെ, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഒരു നമ്പർ ഒരു ഫ്രാക്ഷൻ കൂടി വരുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ വിളിക്കാം. 1/2 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം മനസ്സിലാക്കണം, ഈ 1/2 1/2 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 1 + ½ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ 1/2 1 + ½ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി കാര്യങ്ങൾ സിമ്പിൾ അല്ലേ? ഇതാ ഈ സാധനം ഇതാ ഇതുപോലെ തന്നെയുള്ള അല്ലേ ഉള്ളത്, എക്സ് പ്ലസ് ഹാഫിൻ്റെ രൂപത്തിലല്ലേ ഇവിടെ കിടപ്പുള്ളത്. ആകെയുള്ള എക്സിന് പകരം 1 ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും എക്സ് പ്ലസ് ഹാഫ് തന്നെയാണുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല എഴുതുക. വാട്ട് ഈസ് എ ഫോർമുല? നേരെ എഴുതി വെക്കുക. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. ആകെ എക്സിന് പകരം ആരാളുള്ളത്? എക്സിന് പകരം സാർ ഇവിടെ 1 ആണ്. അപ്പോൾ എക്സിന് വരെ 1 ഇട്ട് കൊടുക്കുക, ആൻസർ ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ എക്സിന് വരെ 1 ഇട്ട് കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 + 1/4. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ 1ഉം ഒരു 1 ആണ്. 1ഉം 1ഉം എത്രയാണോ? 2. സോ ആൻസർ ഈസ് 2 + 1/4. വാട്ട് ഈസ് 2 + 1/4? എന്താണോ 2 + 1/4 എന്ന് പറഞ്ഞാൽ? ഈ 1 + 1/2 എന്ന് പറഞ്ഞാൽ 1 1/2 അല്ലേ, 1/2 എന്നല്ലേ, അല്ലെ 1.5 എന്നല്ലേ. അപ്പോൾ 2 + 1/4 എന്ന് പറഞ്ഞാൽ ആ പ്ലസ് ഒന്നും വേണ്ട, 2 1/4 എന്ന് എഴുതുക. 2.4 ആൻസർ കിട്ടുക. സിമ്പിൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യണം. പല കൂടുതൽ ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്തു നോക്കും, ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കും. 1/2 സ്ക്വയർ അല്ലേ, ആ സിമ്പിൾ. 1ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ, ഹാഫിൻ്റെ സ്ക്വയർ ഹാഫിൻ്റെ സ്ക്വയർ അല്ലേ. ഒരു 1ൻ്റെ സ്ക്വയർ 1 സ്ക്വയർ 1 ആണെന്നും, ഹാഫിൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1ഉം 2ൻ്റെ സ്ക്വയർ 4 എന്നും 1/4 എന്നൊക്കെ എഴുതി വെക്കും. മണ്ടത്തരാണ്, അങ്ങനെ ചെയ്ത് വെക്കരുത്, ആൻസർ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പരീക്ഷ ചോദിക്കും. ഈ ടൈപ്പ് ചോദ്യം ഒരു ടൈപ്പ് ചോദ്യം കൂടെ ചെയ്യാം, കാരണം ഇത് അത്രത്തോളം ചോദിക്കുന്നതുകൊണ്ട്. 3/2 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? 3/2 സ്ക്വയർ വന്ന് എങ്ങനെ ചെയ്യാം? വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, വേണം പോസ് ചെയ്ത് ട്രൈ ചെയ്തോ. വീണ്ടും ആദ്യം 3/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 എന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനെ സ്ക്വയർ കണ്ടുപിടിക്കണം. വീണ്ടും മനസ്സിലാക്കേണ്ട എന്താണ്? എടോ ഇത് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ രൂപത്തിലല്ലേ ഉള്ളത്. ആകെയുള്ള എക്സിന് പകരം 3 ആണെന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 1/2 സ്ക്വയറിൻ്റെ ഫോർമുല എഴുതി വെക്കുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. ആകെ എന്താണ്? എക്സിന് പകരം ആരാളുള്ളത്? എക്സിന് പകരം 3 ആളുള്ളത്. അപ്പോൾ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. 3 സ്ക്വയർ പ്ലസ് 3 + 1/4. എന്താണ് ഈ 3 സ്ക്വയർ? 9 + 3 + 1/4. എന്താണ് ഈ 9 + 3? 12. 12 + 1/4. എന്താണ് ഈ 12 + 1/4? 12 1/4. 12 1/4. 12.4. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് സംഭവം. ഇതുപോലത്തെ ചോദ്യം പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഒരു മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാർക്ക്, 2 ചോദ്യം വന്നാൽ 2 മാർക്ക് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതോടെ നമ്മൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി പഠിച്ചു. മൂന്നാമത്തെ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. എക്സ് പ്ലസ് ഹാഫ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചതെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നത് എക്സ് പ്ലസ് ഹാഫ് അല്ല, 1/x ഹോൾ സ്ക്വയർ. എക്സും അതിൻ്റെ റെസിപ്രോക്കൽ വ്യൂൽക്രമവും കൂടെ ഒരുമിച്ച് വന്നിട്ട് സ്ക്വയർ വന്നാൽ അതിൻ്റെ ഫോർമുല വളരെ സിമ്പിളാണ്. ആദ്യം എക്സ് സ്ക്വയർ എഴുതുക, പിന്നെ ഇതാ ഈ 1/x ഇല്ലേ അതിൻ്റെ സ്ക്വയർ എഴുതുക, 1/x സ്ക്വയർ എഴുതുക, പ്ലസ് അവസാനം ഒരു 2 ചെയ്ത് കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2. സാർ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചോദ്യം വരിക? സിമ്പിൾ, ഇങ്ങനെ ചോദ്യം വരും. 3 1/3 സ്ക്വയറിനെ കണ്ടുപിടിക്കാൻ പറയും. ആദ്യം മനസ്സിലാക്കി 3 1/3 എന്ന് പറഞ്ഞാൽ 3 + 1/3 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടും. കാരണം ഇതെന്താണോ, ഇത് എക്സ് പ്ലസ് 1/x രൂപത്തിലല്ലേ കിടപ്പുള്ളത്. എക്സിന് പകരം 3 ആണെന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല കൊണ്ട് എഴുതി വെക്കുക, പരിപാടി തീർക്കുക. ദാറ്റ് ഇസ് ഫോർമുല എന്താണ്? എക്സ് സ്ക്വയർ ഉണ്ടാവും, പിന്നെ 1/x സ്ക്വയർ ഉണ്ടാവും, അവസാനം ഒരു 2 ഇട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് പകരം ആരാളുള്ളത്?
എടോ എക്സിന് പകരം 3 അല്ലേ ഉള്ളത്, അതെ 3 ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. 3 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 2. വാട്ട് ഈസ് 3 സ്ക്വയർ? 9. വാട്ട് ഈസ് 1/3 സ്ക്വയർ? 1 അവിടെ തന്നെ നിൽക്കട്ടെ, 3 സ്ക്വയർ 9 അല്ലേ, 1/9 പ്ലസ് 2. സാർ ഇതിങ്ങനെ ചെയ്യുക, ഇത് ചെയ്യൊന്നും വേണ്ട. 9 2 ചേർത്താൽ 11 അല്ലേ വരിക, 11 പ്ലസ് 1/9. വാട്ട് ഈസ് 11 പ്ലസ് 1/9? 11 1/9 പ്ലസ് എഴുതണ്ട, അത്രേ ഉള്ളൂ. സോ ദി ആൻസർ ഈസ് 11 1/9 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതല്ലാണ്ടൊന്നും ചെയ്താൽ കിട്ടില്ലേ. 3ൻ്റെ സ്ക്വയർ 9 എടുത്തിട്ട് 1/3 സ്ക്വയർ 1/9 എടുത്തിട്ട് 9 1/9 എന്നൊക്കെ കിട്ടുക, ആ മണ്ടത്തറയിൽ പോകും. ഇതിങ്ങനെ തന്നെ ചെയ്താൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. പഠിച്ചു വെച്ചോളാം, പരീക്ഷ ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ആൻസർ എഴുതി വെച്ചാൽ പണി തീർന്നു. ക്ലിയർ ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ സ്വന്തമായിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട്. സിമ്പിളാണ്. 4 1/4ൻ്റെ സ്ക്വയർ, വെറും കോമഡി. 4 + 1/4 എന്ന് ആദ്യം എഴുതി വെക്കുക, 4 + 1/4 എന്ന് എഴുതി വെക്കുക, അതിൻ്റെ ഹോൾ സ്ക്വയർ അടിക്കുക. വീണ്ടും എന്താണ്, ഇതാ എക്സ് പ്ലസ് 1/x ആണ്, ആകെ എക്സിന് പകരം 4 ആണെന്നേ ഉള്ളൂ. ഫോർമുല എഴുതി എക്സ്പാൻഡ് ചെയ്യുക, x² പ്ലസ് ബൈ ഹാർട്ട് പഠിക്കണം ഈ ഫോർമുലയൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുത്തിരുന്നിട്ട് ഈ ഫോർമുലാസ് ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുക, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. പരീക്ഷയിൽ ഫോർമുല ഒന്നും അവർ തരാൻ പോകുന്നില്ല. എക്സിന് പകരം 4 ഇട്ട് കൊടുക്കുക. സോ 4² പ്ലസ് 1/4² പ്ലസ് 2. 4² എന്ന് പറഞ്ഞാൽ 4 × 4 16 പ്ലസ് 1/4² എന്ന് പറഞ്ഞാൽ 1/16 പ്ലസ് 2. 16 2 ചേർത്താൽ 18. 18 പ്ലസ് 1/16 എഴുതണ്ട, 18 1/16 കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇങ്ങനൊന്നും ചെയ്താലല്ലേ 18 ഡിവൈഡ് ബൈ 16 ചെയ്യാൻ പറ്റുമോ സാർ? ഇല്ലല്ല, 18 നമ്പറാണ്, 1/16 ഫ്രാക്ഷനാണ്, ഭിന്നമാണ്. അതിന് കമ്പൈൻ ചെയ്യരുത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇതാ ഈ ഒരു നിങ്ങൾ കണ്ട ഐഡൻറ്റിറ്റി വെച്ച് പരീക്ഷയിൽ വരും, സമവാക്യം വെച്ച് പരീക്ഷയിൽ വരുമ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്തു വെക്കണം. ഒരു കോംപ്ലിക്കേഷനും ഇതിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സമവാക്യത്തിലേക്ക്, അടുത്ത ഇക്വേഷൻ, ഈ ചാപ്റ്റർ തന്നെയാണ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ക്വസ്റ്റ്യൻ, ഇക്വേഷൻ. ഇതിൽ ഏതെങ്കിലും 2-3 ഇക്വേഷൻ കഴിച്ചിട്ട് പരീക്ഷയിലും ചോദ്യം വരും, നമ്മൾ ആൻസർ ചെയ്യും. അടുത്ത ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ കണ്ട x+5ൻ്റെ റിവേഴ്സാണ്, x - 5 ഹോൾ സ്ക്വയർ. ഫോർമുലയും സെയിം പോലെ തന്നെയാണ്, x² പ്ലസ് y² തന്നെ, -5² അല്ല കേട്ടോ. ഇവിടെ മൈനസ് ഉണ്ടെങ്കിലും ഇവിടെ പ്ലസ് y² ആണ്. ആകെ പ്ലസ് 2xy ആയിരുന്നു അവിടെ ഉള്ളത്. x+5 ഹോൾ സ്ക്വയർ ആകുമ്പോൾ പ്ലസ് 2xy ആണ്. x - 5 ഹോൾ സ്ക്വയർ വരുമ്പോൾ അത് -2xy ആവും. വേറൊരു വ്യത്യാസമില്ല, y² പ്ലസ് തന്നെയാണ്. അവസാനത്തെ ആ 2xy മാത്രം മൈനസ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പരിപാടി തീർന്നു. ഇത് ഉപയോഗിച്ചിട്ട് പരീക്ഷ ചോദ്യം വരും. ഇതാ ഈ രീതിയിലാണ് ചോദ്യം വരിക. 99 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയും. ഇപ്പോൾ യൂസിങ് ഐഡൻറ്റിറ്റിന്നോ ഏതെങ്കിലും സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും പറയാം. സമവാക്യം ഒന്നും തരുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം. എടോ ഈ 99 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 100 - 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 99 സ്ക്വയറിനെ 100 - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പണി ഭയങ്കര എളുപ്പമാണ്. കാരണം ഇതെന്താണ്, ഈ 100നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, 1നെ വൈ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ആരാണ്, എക്സ് - 5, ശരിയല്ലേ? ഇതൊരു എക്സും ഇതൊരു എക്സും ഇതൊരു എക്സും ഇതൊരു വൈ ആണെങ്കിൽ ദിസ് ഈസ് x - 5 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത്, ഈ ഫോർമുല ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് 99 × 99 ചെയ്താൽ കിട്ടും, പക്ഷേ പരീക്ഷയിൽ ഈ ചാപ്റ്ററിനല്ല, നിങ്ങൾ പരീക്ഷ വന്ന് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ x² പ്ലസ് y² മൈനസ് 2xy, അവസാനത്തെ ടേം 2xy മാത്രം മൈനസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. വെറുതെ ഇട്ട് കൊടുക്കുക. ആരാണ് എക്സ്? 100 ആണ് എക്സ്. അപ്പോൾ 100 സ്ക്വയർ വരും ആദ്യം, പ്ലസ് ആരാടോ വൈ, 1 ആണ് വൈ. അപ്പോൾ പ്ലസ് 1 സ്ക്വയർ തന്നെ വരിക, മൈനസ് അല്ല. അവസാനം -2xy മൈനസ് വരും, -2 ഇൻറ്റു എക്സ് ആരാണ്, 100 ആണ്, വൈ ആരാണ്, 1 ആണ്. സോ 2 × 100 × 1. സിമ്പിളായിട്ട് ചെയ്യുക. 100ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? 100ൽ 2 0 ഉള്ളത്, 2ൻ്റെ ഡബിൾ 4 അല്ലേ? അപ്പോൾ 100 സ്ക്വയറിൽ 4 0 ഉണ്ടാവും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. 1 2 3 4. അപ്പോൾ എത്ര സ്ക്വയർ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. എത്രയാണ് 0 ഉള്ളത് നോക്കുക, അതിന് ഡബിൾ ആക്കാത്രേ ഉള്ളൂ, കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ഇതൊന്ന് ചെയ്തേ, 2 × 100 200 അല്ലേ? 2 × 1 2 ആണ്, പിന്നെ 2 0 ഉണ്ടാവും, 2 0 എഴുതി വെക്കുക, -200. ഈ ഇൻറ്റു 1 ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് കിട്ടും. എങ്ങനെയാണ് കിട്ടുക? പല രീതിയിലും ചെയ്യാം. ഇത് പ്ലസ് ഒക്കെ ചെയ്ത് സാധാരണ പോലെയൊക്കെ എങ്ങനെ മൈനസ് ഒക്കെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മനസ്സിലാക്കാം, 10,000 1000 അല്ല
1000-200 പോയിരുന്നെങ്കിൽ 800 പറയായിരുന്നു. 10,200 പോയാൽ എത്ര ഉണ്ടാവുക? 9,800. 9,800 ആയിരിക്കും ഉണ്ടാവുക 200 പോയാൽ. പിന്നെ ഒരു 1 പ്ലസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആൻസർ ഈസ് 9801. 9801 ആയിരിക്കും ഇതിന് ആൻസർ. അപ്പോൾ ഈ രീതിയിൽ 99² എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 100 - 1 എന്നൊക്കെ എഴുതി x-5 ഫോർമുല ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം. ഓക്കെ, ഇതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, പരീക്ഷയിൽ കാര്യമുള്ള സ്ഥിതിക്ക് അതൊക്കെ ചെയ്യണം. ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരും, ഒന്ന് പിന്നീട് ട്രൈ ചെയ്ത് നോക്കുക. പോസ് ചെയ്തിരിപ്പോൾ ട്രൈ ചെയ്യാം. 48² കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ യൂസിങ് ദിസ് ഐഡൻറ്റിറ്റി എന്നോ അല്ലെ യൂസിങ് എന്തെങ്കിലും ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ 48 × 48 ചെയ്യരുത്. 48ൻ്റെ തൊട്ടടുത്ത നമ്പർ 49 അല്ല, തൊട്ടടുത്തുള്ള ഒരു നല്ല നമ്പർ 50 അല്ലെ 100 അങ്ങനത്തെ പോലത്തെ നമ്പർ അല്ലേ, 0 എൻഡ് ചെയ്യുന്ന നമ്പർ എടുക്കുക, എന്നിട്ട് ചെയ്യാം. 48² എങ്ങനെയായിരിക്കും ചെയ്യുക? 100 എടുക്കേണ്ട ആവശ്യമില്ല അവിടെ. 100 - 52 ഒന്നും ചെയ്യരുത്. 50 - 2 എന്ന് എഴുതിയാൽ പോരെ. അപ്പം 50 - 2 എന്ന് എഴുതുക. 50 ആയിരിക്കും എക്സ്, 2 ആയിരിക്കും y, x-4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടിക്കൊള്ളും. അപ്പോൾ ഇത് പിന്നീടൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ആൻസർ പിന്നീട് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ചോദ്യം പരീക്ഷയിൽ വരും. വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്ത് വെക്കണം. ഒരു കോംപ്ലിക്കേഷനും ഇതിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ വി ഹാവ് കംപ്ലീറ്റഡ് x-5² എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു ഫോർമുലയാണ്, വിച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് നിങ്ങൾ കാണുന്ന ഫോർമുല അഥവാ ഐഡൻറ്റിറ്റി. എന്താണ് ഐഡൻറ്റിറ്റി? x² - y². x+5² അല്ല, x-5² അല്ല, വെറും ഒരു x²ഉം വെറും ഒരു y² മൈനസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല പഠിച്ചു വെച്ചോ, ഇറ്റ് ഈസ് x+y × x-5. എടാ ഇവർ രണ്ടുപേരും എക്സും വൈയും ഇല്ലേ, അതിനെ ആദ്യം ആഡ് ചെയ്യുക, പ്ലസ് ചെയ്യുക, കൂട്ടുക, പിന്നെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, x-5 ചെയ്യുക. രണ്ടുപേരും ഒബ്വിയസ്ലി മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഈ ഒരു ഫോർമുല സാർ എങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യം വരിക? ഇത് പല രീതിയിൽ വരാം. 2 രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പല രീതി എന്ന് പറഞ്ഞാൽ 2 രീതിയേ വരുള്ളൂ കേട്ടോ. ആ 2 രീതി, അതാണ് പല രീതി, അല്ലാണ്ട് വേറെ എന്തോ രീതി ഇല്ല. ഒന്നിങ്ങനെ വരും, സാധാരണ നമ്പേഴ്സ് വരും, എന്നിട്ട് എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ചെയ്യാനൊക്കെ പറയും. 12² - 8² ഐഡൻറ്റിറ്റി ഉപയോഗിച്ച്. അപ്പോൾ 12² 144 ആണെന്നും 8² 64 ആണെന്ന് കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യാനല്ല, ഐഡൻറ്റിറ്റി ഉപയോഗിക്കണം. എന്താണ് ഐഡൻറ്റിറ്റി? ഇതാ x² ആണ് ഇവിടെ കിടപ്പുള്ളത്, y² ആണ് ഇവിടെ കിടപ്പുള്ളത്. വാട്ട് ഈസ് x² - y²? ഫോർമുല ബൈ ഹാർട്ട് ആക്കണേ. x+5 × x-5 പ്ലസ് ചെയ്യുക, രണ്ടുപേരും മൈനസ് ചെയ്യുക. ചെയ്. x+5 എന്ന് പറഞ്ഞാൽ 12 - 8 അല്ലേ, 12 + 8. x-5 എന്ന് പറഞ്ഞാൽ 12 - 8. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. 12ഉം 8ഉം ചേർത്ത് കഴിഞ്ഞാൽ 20 ആയിരിക്കും കിട്ടുക. ഇൻറ്റു 12 - 8 പോയി കഴിഞ്ഞാൽ 4 ആയിരിക്കും ഉണ്ടാവുക. 4 × 2 എത്രയാടോ? 8. 0ൻ്റെ കാര്യം മറക്കരുത്. 80 ആയിരിക്കും ആൻസർ കിട്ടുക. സിമ്പിൾ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ, സമവാക്യം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. ഇത് കുറച്ചും കൂടി ടഫായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചോദ്യം വരാം. അന്ന് സാർ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് എളുപ്പം. ഇപ്പോൾ കാണുമ്പോൾ എന്നാൽ ടഫായിട്ട് തോന്നും, അയ്യോ 5½ - 4½ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നിങ്ങൾ ആയിരിക്കും 5½ നമ്മൾ അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് 4½ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യണമെന്ന് വിചാരിക്കും. വേണ്ട, ഇത് x² അല്ലേ, മൈനസ് ഇത് y² അല്ലേ. ഐഡൻറ്റിറ്റി ഉപയോഗിക്കും മക്കളെ. x² - y² എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് x+y × x-5. രണ്ടിനെ ആഡ് ചെയ്യുക, രണ്ടിനെ മൈനസ് ചെയ്യുക. ചെയ്ത് നോക്ക്. സാർ ഇതിപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുക? x ഇവനാണ്, y ഇവനാണ്. 5½ 4½ എങ്ങനെ ആഡ് ചെയ്യുക? ഇവിടെ ഒന്നുമില്ല, ഈ 5നെയും 4നെ ആഡ് ചെയ്തേ. സാർ 5നെയും 4നെ ആഡ് ചെയ്താൽ 9 കിട്ടും. പിന്നെ ഈ ഹാഫിനെ ആഡ് ചെയ്തേ. സാർ ഹാഫിനെ ആഡ് ചെയ്താൽ 1 കിട്ടും. 9ഉം 1ഉം ചേർത്താൽ 10 ആണ്. x+5 10 ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ x+5 എന്ന് പറഞ്ഞാൽ ഇവനാണല്ലോ x, ഇവനാണല്ലോ y, അവർ രണ്ടിനും ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യുക? 5ഉം 4ഉം ആഡ് ചെയ്താൽ 9 കിട്ടി. പിന്നെ ഹാഫും ആഡ് ചെയ്താൽ അരി വരെയും ചാടി ചെയ്താൽ 1 ഉണ്ടാവുക. 9 1ഉം കൂടി ചേർത്താൽ 10 അല്ലേ. ദാറ്റ്സ് ഇറ്റ്, 10 കഴിഞ്ഞു. മൈനസ് ചെയ്യണം. സാർ എങ്ങനെ ഇപ്പോൾ മൈനസ് ചെയ്യുക? ആദ്യം 5നെയും 4നെയും മൈനസ് ചെയ്യും. 5 ന്ന് 4 പോയാൽ 1 ബാക്കി. 1 ബാക്കി. പിന്നെ ആരേനെ മൈനസ് ചെയ്യും, ഫ്രാക്ഷൻസിനെ മൈനസ് ചെയ്യും. സാർ ആരേന്ന് പോയി കഴിഞ്ഞാൽ 1 ഉണ്ടാവില്ല, 0. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ അല്ലേ. 5 ന്ന് 4 പോയാൽ 1 ബാക്കി. 5 - 4 1. പിന്നെ ഹാഫ് പോയാൽ എന്താ ഉണ്ടാവുക? 1 ഉണ്ടാവുക. അപ്പോൾ ആകെ എത്ര ബാക്കിയുള്ളൂ? x-5 സിംപ്ലി 1. 10 × 1 10 കഴിഞ്ഞു. അയ്യേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. x+y × x-5 രണ്ടിനെ ആഡ് ചെയ്യുക, രണ്ടിനെ മൈനസ് ചെയ്യുക. ഫ്രാക്ഷൻസ് പേടിക്കേണ്ട, ഫ്രാക്ഷൻസിനെ എന്ത് ചെയ്യുക? അവരും ആഡ് ചെയ്യുക.
അത് നമ്പേഴ്സിന് ആഡ് ചെയ്യാം 9 കിട്ടി, പിന്നെ ഫ്രാക്ഷൻ ആഡ് ചെയ്യാം ഹാഫ് ആഡ് ചെയ്താൽ 10 കിട്ടി, അല്ല 1 കിട്ടി, പിന്നെ 2 കൂടി ചേർത്താൽ 10 കിട്ടി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ രീതിയിലും ഈ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ച്, ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ പേടിക്കരുത്. ഒന്ന് റിവൈസ് ചെയ്താൽ ഈ ഫോർമുലയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഞാൻ ഈ പഠിപ്പിച്ച കാരണം ഒന്നുകൂടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പരീക്ഷയിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കൊടുക്കാൻ പറ്റും. അടുത്ത ഐഡൻറ്റിറ്റി കുറച്ച് പെശകാണ്, കാണുമ്പോൾ കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നും. ശരിക്കും വെറുപ്പിക്കലാണോ? ശരിക്കും വെറുപ്പിക്കലാണ്. പക്ഷേ പരീക്ഷ ചോദ്യം ഭയങ്കര ഈസി ആയിരിക്കും. ഇവനാണ് സംഭവം. എക്സ് ഇൻറ്റു വൈ. സാർ എക്സ് ഇൻറ്റു വൈ ഒക്കെ അങ്ങോട്ട് ചെയ്താൽ പോരെ, എന്തിനാ അതിൻ്റെ ഫോർമുല 3 × 5 15 അങ്ങനെ ചെയ്താൽ പോരെ? മതി. പക്ഷേ പരീക്ഷയിൽ മാർക്ക് നിങ്ങൾക്കും വേണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ എനിക്കും കരണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കണം. അതല്ലാതെ ലൈഫിൽ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷേ മാർക്ക് നമുക്ക് വേണമല്ലോ, അത് ജീവിതത്തിൽ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പഠിച്ചു വെക്കുക, പരീക്ഷ ചോദിക്കും. ഇത് എങ്ങനെ ചോദിക്കാൻ ഞാൻ കാണിച്ചു തരാം. അതിന് ഈ ഫോർമുല പഠിക്കുക. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എന്നാണ്, എക്സ് ഇൻറ്റു വൈ എന്നാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ബൈ 2 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 സ്ക്വയർ. അവിടെ രണ്ടിനെ ആഡ് ചെയ്യുക, പകുതിയാക്കുക, സ്ക്വയർ എടുക്കുക. രണ്ടിനെ മൈനസ് ചെയ്യുക, പകുതിയാക്കുക, സ്ക്വയർ എടുക്കുക. സാർ ഇങ്ങനെ ഇപ്പോൾ എഴുതിയിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷ ചോദിക്കും. എങ്ങനെ ചോദിക്കാമെന്ന് അറിയാം. ഈ ഫോർമുല ഉപയോഗിക്കാമെന്നും പറയില്ല. അവർ പറയും, ഇങ്ങനെ ഒരു ചോദ്യം വരും പരീക്ഷയിൽ, റൈറ്റ് 21 ആസ് ദി ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് എന്ന് ചോദിക്കും. 21നെ 2 വ്യത്യസ്ത രീതികളിൽ 2 വർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ് സംഭവം. 2 വർഗ്ഗങ്ങളുടെ 2 സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് വ്യത്യാസമായിട്ട് എഴുതണമെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ വന്ന് ഇവിടെ ഒരു സ്ക്വയർ വന്നാൽ വ്യത്യാസമായിട്ട് എഴുതിക്കൂടെ? എഴുതാം. സാർ ഇപ്പം എങ്ങനെ എഴുതുക? അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് ഈ 21നെ നമുക്ക് 21 = എനിക്ക് 21 × 1 എന്ന് എഴുതിക്കൂടെ? എഴുതാം. സാർ എന്തിനാ അങ്ങനെ എഴുതുന്നത്? അപ്പോൾ എനിക്കൊരു എക്സും എനിക്കൊരു വൈയും കിട്ടിയില്ലേ? ഒരു എക്സ് ഇൻറ്റു വൈ അഥവാ ഒരു എക്സ് വൈ കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ 21 ഞാൻ എക്സ് വൈ എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതി അല്ലേ? ആരാണ് എക്സ്? ഇവനാണ് എക്സ്. ആരാണ് വൈ? ഇവനാണ് വൈ. അങ്ങനെ എഴുതി ഈ ഫോർമുല എനിക്ക് ഉപയോഗിക്കാം. 2 സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. പരീക്ഷ മാർക്ക് കിട്ടും, 2 മാർക്ക്. എങ്ങനെ എഴുതുക? അതേ ഫോർമുല. എക്സ് ഇൻറ്റു വൈയുടെ ഫോർമുല എന്താ? ഇത് ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കണേ, പരീക്ഷയിൽ തരില്ല. 2നെ ആഡ് ചെയ്യുക, പകുതിയാക്കുക, സ്ക്വയർ എടുക്കുക. 2നെ സബ്ട്രാക്ട് ചെയ്യുക, പകുതിയാക്കുക, സ്ക്വയർ എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി തീർക്കാൻ അങ്ങോട്ട്. ആരുടെ എക്സ് പ്ലസ് വൈ? എക്സ് ഇവൻ വൈ ഇവൻ 21 + 1 21 + 1 / 2 സ്ക്വയർ മൈനസ് ആരുടെ എക്സ് മൈനസ് വൈ? എക്സ് ഇവൻ വൈ ഇവൻ 21 - 1 / 2 സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇത് ഒറ്റയടിക്ക് ചെയ്യാം. 21 1 ചേർത്ത് 22. 22ൻ്റെ പകുതി എത്രയാടോ? 22ൻ്റെ പകുതി 11 അല്ലേ? ഇനി മറ്റുപോലെ ചെയ്ത് നോക്കണോ? ചെയ്ത് നോക്കുകയാണെങ്കിൽ 11 സ്ക്വയർ എന്ന് വരും. മൈനസ് 21 - 1 എന്ന് പറഞ്ഞാൽ എത്ര? 20. 20ൻ്റെ പകുതി 20/2 20ൻ്റെ പകുതി വിച്ച് ഇസ് 10 സ്ക്വയർ കഴിഞ്ഞു. അപ്പോൾ 11 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് സിമ്പിളായിട്ട് എഴുതാം. അതാണ് അവർ ചോദിച്ചത്. സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ എഴുതി കാണിച്ചു കൊടുത്ത് പരീക്ഷ 2 മാർക്കും കിട്ടി എന്ന് വിചാരിക്കരുത്. കാരണം കിട്ടിയില്ല. കാരണം എന്താ? സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 2 ഡിഫറെൻറ്റ് വേസിൽ ഒരു രീതിയിൽ നമ്മൾ എഴുതി. ഇനി ഒരു രീതിയിലും കൂടെ എഴുതാനാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു രീതിയിലും കൂടെ എഴുതുക? സിമ്പിൾ. അവിടെ 21 × 1 എന്ന് എഴുതിയപ്പോൾ ഒരു രീതി കിട്ടി. 21 വേറെ എങ്ങനെ എഴുതാൻ പറ്റും? 21 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സാർ എങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതിക്കൂടെ? 7 × 3 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ വീണ്ടും വേറൊരു എക്സും വേറൊരു വൈയും കിട്ടിയില്ലേ? കിട്ടി. പരിപാടി തീർക്ക്. എക്സും വൈയും എക്സ് വൈ എത്രയാ? എക്സ് വൈ എത്രയാ? എക്സ് പ്ലസ് വൈ ബൈ 2 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 സ്ക്വയർ. ആരാണ് എക്സും വൈയും? 7 3 ഇട്ട് കൊടുക്ക്. 7 + 3/2 സ്ക്വയറും മൈനസ് 7 - 3/2 സ്ക്വയറും. വാട്ട് ഈസ് 7 + 3? 7 3 ചേർത്ത 10. 10/2 എന്ന് പറഞ്ഞാൽ 5. ദാറ്റ് ഈസ് ദിസ് ഈസ് 5 സ്ക്വയർ മൈനസ് 7 - 3 എന്ന് പറഞ്ഞാൽ 4. 4/2 എന്ന് പറഞ്ഞാൽ 2. 2ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ആൻസർ ഈസ് 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ആണ് ചെയ്ത് നോക്കി, ചെക്ക് ചെയ്ത് നോക്കി. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. 25 - 4 = 21. അപ്പം ഇങ്ങനെ ചോദ്യം വരും. ഒരു നമ്പർ അങ്ങോട്ട് തരും, അതിനെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാനൊക്കെ പറയും. പേടിക്കണ്ട, ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കിയാൽ മതി. സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. പരീക്ഷ വന്നാൽ നിങ്ങളെല്ലാവരും ഉത്തരം കൊടുക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. 32നെ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 32 = 8 × 4 എന്ന് എഴുതാം. 32 16 × എന്ന് എഴുതാം.
ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ 32 32 × 1 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയിൽ നമ്പർ കിട്ടില്ല. കാരണം 32 + 1 എന്ന് പറഞ്ഞാൽ 33 ആണ്. 33/2 നമുക്ക് ഡെസിമൽ നമ്പറാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഹോൾ നമ്പർ കിട്ടില്ല, ഇൻഡിജർ നമ്പർ കിട്ടില്ല. അപ്പോൾ ഈവൺ നമ്പേഴ്സ് ആണ് നിങ്ങൾ 32 × 1 ചെയ്യേണ്ട, വേറെ എന്തെങ്കിലും കിട്ടും. 8 × 4 എന്നോ 16 × 2 എന്നോ കിട്ടില്ലേ. ആ രീതിയിൽ ചെയ്താൽ മതി എന്നുള്ളവരും ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഒന്ന് പഠിച്ചോ, ഒരു 80% അത് വരാൻ ചാൻസ് ഉണ്ട് പരീക്ഷയിൽ. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഖത്തം. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. നോട്ട് ദി പാറ്റേൺ ഇൻ ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ. ഈ പാറ്റേണിൽ മാത്രമല്ല, ഇതുപോലെ വേറെ പാറ്റേൺ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഈ പാറ്റേൺ ആണ് വരാൻ ചാൻസ് കൂടുതൽ. 3² - 2² = 3 + 2 which is 5. 4² - 3² = 4 + 3 which is 7. 5² - 4² = 5 + 4 which is 9. ഇതാണുള്ള പാറ്റേൺ. റൈറ്റ് ദ നെക്സ്റ്റ് 2 കമ്പ്യൂട്ടേഷൻ ഫോളോയിങ് ദിസ്. ഈ ക്രമത്തിൽ അടുത്ത രണ്ട് വരികൾ എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇവിടെ കോമഡി അല്ലേ ഇത്. 4² - 3², 5² - 4². അവിടുത്തെ എന്തിരിക്കും 6² - 5² അല്ലേ. 6² - 5² ആയിരിക്കും ഉണ്ടാവാം. ഇത് കോമഡി പരിപാടി. അത് കുഞ്ഞുട്ടുള്ളത് ചോദിക്കുന്ന പോലെ. ഇവിടെ എന്തൊരു വര ഇടയ്ക്ക് വരുന്ന എക്സ്ട്രാ. -5² = എന്തായിരിക്കും? 3² - 2² = 3 + 2. 4² - 4 + 3. 5² - 4² = 5 + 4. ബേസിക്കലി ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ 6² - 5² = 6 + 5 which is equal to 11. വര എക്സ്ട്രാ വരുന്നുണ്ട്, അതിന് ഞാൻ ഉത്തരവാദിയില്ല. ഒരെണ്ണം കൂടി എഴുതുക. അടുത്തത് 7² - 6² = 7 + 6 which is 13. That's it. പാറ്റേൺ എഴുതി കളിക്കാൻ. 8² - 7 = 8 + 7 15. 9² - 8² = 9 + 8 17 എഴുതി കളിക്കാം നമുക്ക്. ദാറ്റ്സ് വെരി ഈസി. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാറ്റേൺ വെച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ പാറ്റേൺ മനസ്സിലാക്കുക. അതെടുത്ത 2 ടേംസ് കോമൺ സെൻസ് ഉപയോഗിച്ച് എഴുതിയാൽ മതി. അടുത്തത്, റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ദീസ് ആസ് എൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇതിലെ പൊതുതത്വം ബീജഗണിത സമവാക്യം എഴുതുക. ഇതിനെ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു 5ഉം 4ഒക്കെ മാറ്റിയിട്ട് എക്സും വൈയും അല്ലെ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതുക? അത് സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആരെങ്കിലും എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇവനെ ഞാൻ എന്ന് വിളിച്ചു. എന്ന് തന്നെ വിളിക്കണമെന്നില്ല, എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണം വിളിക്കാം കേട്ടോ. ഞാൻ എന്ന് വിളിച്ചു. കാരണം എക്സും വൈ നമ്മൾ മുമ്പ് കുറവ് ഉപയോഗിച്ചല്ലേ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് n ആണെങ്കിൽ 2n ആണെങ്കിൽ വാട്ട് ഈസ് 3? n + 1 അല്ലേ. 2 + 1 അല്ലേ 3. അപ്പോൾ ഈ 2n ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി n + 1 ആയിരിക്കും അല്ലേ. n + 1. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സംഭവം എന്താണ്? 3² ആണേ. 3² ആണ്. അപ്പോൾ n + 1 സ്ക്വയറും വരണം. ലെഫ്റ്റ് സൈഡിൽ n + 1 സ്ക്വയർ മൈനസ് 2നെ നമ്മൾ n എന്ന് വിളിച്ചില്ലേ, -n അല്ല n² ഈസ് ഈക്വൽ ടു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഇക്വേഷൻ ആക്കി. ഇതവിടെ നിൽക്കട്ടെ. ഇത് പറ 3 + 2നെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതുക? ഇവിടെ കോമഡി. 2നെ നമ്മൾ ഓൾറെഡി n എന്ന് വിളിച്ചു. 2നെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? n എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 അപ്പോൾ ഒബ്വിയസ്ലി n + 1 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു n + 1, റൈറ്റ് സൈഡിൽ ഒരു n + 1 പ്ലസ് n. അയ്യേ, ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് എഴുതാനൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനെ ഇവർ തമ്മിലുള്ള ബന്ധം ഒന്ന് കണ്ടുപിടിക്കും. ഇത് എന്നാണ്, ഇതെന്തായിരിക്കും? n + 1 ആയിരിക്കും. അപ്പുറത്ത് അപ്പോൾ ഇതെന്നാണ്, ഇതെന്തായിരിക്കും? n + 1 ആയിരിക്കും. അതിനെ ഒന്ന് വൃത്തിയാക്കി ഒരു ഇക്വേഷൻ രൂപത്തിലാക്കിയാൽ പരിപാടി സെറ്റാണ്. 2-3 മാർക്കൊക്കെ എളുപ്പത്തിൽ കിട്ടും. ഇനി എക്സാമിന് ചിലപ്പോഴേ ചോദിക്കുള്ളൂ, എന്നാലും ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്ക്. റൈറ്റ് ദിസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓർഡിനറി ലാംഗ്വേജ്. ഈ പൊതുതത്വം സാധാരണ ഭാഷയിൽ എഴുതാം. ഒരാവശ്യമില്ല, പരീക്ഷയിൽ 99% ചോദിക്കില്ല. എന്നാലും പഠിച്ചു വെച്ചോ. ഇന്ന് സംഭവം തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് അല്ലേ ഈ 2ഉം 3ഉം 3ഉം 4ഉം 5 ഒക്കെ നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും, തൊട്ടടുത്തുള്ള നമ്പേഴ്സ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ നമ്പേഴ്സിൻ്റെ സമ്മിനോട്, അഡീഷനോട് ഈക്വൽ ആയിരിക്കും. ഒന്ന് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദിയർ സം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം അല്ലെ തുടർച്ചയായ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ മതി. ആ 2 സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതിൻ്റെ പ്ലസിനോട് അല്ലേ തുല്യമായിരിക്കും എന്ന് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. പരീക്ഷയിൽ ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിന് പഠിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഈ ചാപ്റ്ററിന്
എന്ത് വന്നാലും ചെയ്യാൻ പറ്റും. ആകെയുള്ള ഒരു ഒറ്റ കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മുടെ ആപ്പിൽ ടോപ്പിക് വൈസ് ക്ലാസ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതിൽ ഒബ്വിയസ്ലി കുറച്ച് ചോദ്യങ്ങളുണ്ട്, പക്ഷേ അത് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് കോർണറിൽ പോയാൽ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും പാർട്ടായിട്ട് വൃത്തിക്ക് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും പിന്നെന്താണ്, ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവിടെ വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ആക്ച്വലി പരീക്ഷയിൽ വന്ന ഓണ പരീക്ഷയിലും ക്രിസ്മസിലും പബ്ലിക്കിലും ഒക്കെ വന്ന ചോദ്യം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ചെയ്തു പോയാൽ മക്കളെ പരീക്ഷയിൽ എന്ത് വന്നാലും എങ്ങനെ വന്നാലും നിങ്ങൾ ഉത്തരം പറയും. അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്ന നല്ലതായിരിക്കും. ഒബ്വിയസ്ലി ബാച്ചിലർ റൂട്ടിലാണ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം, കാരണം നിങ്ങൾക്ക് ഇത് എവറിത്തിങ് ഈസ് അവൈലബിൾ, എല്ലാ ചാപ്റ്ററും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. ബാച്ചിലില്ലാത്ത റൂട്ടിലാണ് ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. ബാച്ചിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണം, ബാച്ചിൽ ജോയിൻ ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക, എന്നിട്ട് ചെയ്യുക, അതൊക്കെ എടുത്ത് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ടോപ്പിക് വൈസ് ക്ലാസ് കൂടാതെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആപ്പിൽ തരുന്നുണ്ട്. എല്ലാ ചാപ്റ്ററിനും ഇത്രയും കണ്ടന്റാണ് തരുന്നത്. അതൊക്കെ ചെയ്തു പോയ ഒരു കുട്ടിക്ക് പോലും പരീക്ഷയിൽ എന്താണ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റാത്തതുണ്ടാവില്ല, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറ്റുമെങ്കിൽ ഈ കാര്യം ചെയ്യുക, ഞാൻ പറഞ്ഞ ഹോംവർക്കും കൂടി ചെയ്യുക, പരിപാടി സെറ്റാണ്. ഈ ചാപ്റ്റർ 100% സെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം.